ഹലോ എവ്രി വൺ. ICT പാഠപുസ്തകത്തിലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് ഡെവലപ്പ് സോഫ്റ്റ്വെയർ. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പിക്ടോബ്ലോക്സ്. പിക്ടോബ്ലോക്സ് പോലെയുള്ള മറ്റ് ബ്ലോക്ക് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആണ് സ്ക്രാച്ച്, ബ്ലോക്ക്ലി, ആപ്പ് ഇൻവെൻറ്റർ എക്സെട്ര. ഇനി നമുക്ക് ഒരു സ്ക്രാച്ച് പോലെയുള്ള മറ്റൊരു പ്രോഗ്രാമിംഗ് ബ്ലോക്ക് കോഡിംഗ് ലാംഗ്വേജ് ആണ് നമ്മുടെ പിക്ടോബ്ലോക്സ്. പിക്ടോബ്ലോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർ ബെൽ അലാറം എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഓൾറെഡി നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ച ഗെയിം നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഹോമിൽ, സ്കൂൾ റിസോഴ്സസിൽ, ക്ലാസ് 9ൽ അലാം ക്ലോക്ക് എന്ന ഫോൾഡറിനകത്ത് അലാം ക്ലോക്ക് .html ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ കാണിക്കുന്ന ടൈം നമുക്കിവിടെ കാണുന്നതാണ്. 2 മണി അതിൽ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഏതൊരു ഗെയിമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറും ഈ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സമയം മാറി വന്നത് കാണാം. കറണ്ട് ടൈം എത്രയാണോ ആ ടൈമിലേക്ക് ഇത് മാറി വന്നിട്ടുണ്ടാകും. 3:25 എന്ന ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അലാം എന്ന ഒരു ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അലാം സെറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റർ ഹവർ ഇൻ 24 hour ഫോർമാറ്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അലാം സെറ്റ് ചെയ്യേണ്ട സമയം കൊടുക്കുക. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റർ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 25 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയമാവുമ്പോൾ നമ്മുടെ അലാറം സെറ്റ് ആവുന്നതാണ്. ഇവിടെ 24 hour ആണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? 15 മണിക്കൂറും മിനിറ്റ് 26 ആ രൂപത്തിൽ കൊടുക്കാം. അതായത് 3:26 അലാറം അടിക്കാൻ വേണ്ടിയിട്ടുള്ള അലാറമാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഗെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അലാം ക്ലോക്കും ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് കണ്ടോ അലാറം അടിക്കുന്നത് കാണാം. ഇവിടെ ഈ രൂപത്തിലാണ് നമ്മൾ അലാറം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇതിനു വേണ്ടി നമുക്ക് പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് കോഡിംഗ് എന്നത് കൂടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പിക്ടോബ്ലോക്സിൽ ഇവിടെയാണ് നമ്മുടെ ഏരിയ. ഇത് സ്റ്റേജ് എന്നും ഇതിലുള്ള ഈ ക്യാരക്ടറിനെ സ്പ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്പ്രൈറ്റ് ഇതിൽ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള സ്പ്രൈറ്റ് ആണ് ടോബി. ഈ ടോബി എന്ന സ്പ്രൈറ്റ് നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാം. ടോബി സ്പ്രൈറ്റിൻ്റെ ഈ കോർണറിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ആ ടോബി അവിടുന്ന് ഡിലീറ്റ് ആയി പോകും. ഇനി നമുക്ക് നമ്മുടെ അലാം ക്ലോക്കിനെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഈ ഒരു ഭാഗത്താണ് സ്പ്രൈറ്റിനെ നമ്മൾ കൊടുക്കുന്ന പ്ലേസ്. ഇത് സ്റ്റേജ് ആണ്. ഇവിടെ
സ്പ്രൈറ്റ് ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ളിടത്ത് ഏറ്റവും മുകളിലായിട്ട് അപ്ലോഡ് സ്പ്രൈറ്റ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിൽ നിന്നും നമുക്ക് ഇമേജസ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഹോമില് സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 9 അലാം ക്ലോക്ക് എന്നതിൽ ഇമേജസ് എന്ന ഫോൾഡറിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമേജസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ clock.png എന്ന് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ക്ലോക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഹാൻഡിൽസ് സൂചികൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി അഗെയിൻ അപ്ലോഡ് സ്പ്രൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഹവർ ഹാൻഡിൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ഹവർ ഹാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഹവർ ഹാൻഡിൽ ഇതിൻ്റെ സ്പ്രൈറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തത് കാണാം, ഹവർ ഹാൻഡിൽ. സൈസ് നമുക്ക് 100 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 50 എന്ന സൈസ് കൊടുക്കാം. ഹവർ ഹാൻഡിലിൻ്റെ സൈസ് 50 എന്നാക്കിയിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു സ്പ്രൈറ്റിൻ്റെയും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിന്റിലാണ് ഇത് റൊട്ടേഷൻ വരുന്നത് അല്ലേ. നമുക്ക് ഒരു ക്ലോക്കിൽ ഹാൻഡിലിൻ്റെ റൊട്ടേഷൻ ഈ രൂപത്തിലല്ല വരുന്നത്. അതിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹവർ ഹാൻഡിൽ എന്ന സ്പ്രൈറ്റിനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ബ്ലോക്സ്, പൈത്തൺ, കോസ്റ്റ്യൂംസ് എന്നിങ്ങനെ കാണാം. ഇതിൽ കോസ്റ്റ്യൂംസിൽ ക്ലിക്ക് ചെയ്യുക. ഈ കോസ്റ്റ്യൂംസിൽ നമുക്ക് നമ്മുടെ സ്പ്രൈറ്റിനെ കാണാം. ഇവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ഇതാണ് റെക്ടാങ്കുലർ സെലക്ഷൻ ടൂളാണ്. സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് സെൻറ്റർ പോയിന്റ്. അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ സെൻറ്റർ പോയിന്റിലേക്ക് ആ യെല്ലോ ഡോട്ട് വരുന്ന രൂപത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അവർ ഹാൻഡിൽ ഈ യെല്ലോ ഡോട്ട് സെൻട്രൽ പോയിന്റിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡയറക്ഷൻ ഒന്ന് നോക്കാം. ഇപ്പോൾ സാധാ ഒരു ഹാൻഡിൽ കറങ്ങുന്ന രൂപത്തിലാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. ക്ലിയർ? ഇനി ഇതിനെ നമുക്ക് പൊസിഷൻ സെറ്റ് ചെയ്ത് വെക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡിനും വെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് ചൂസ് അപ്ലോഡ് സ്പ്രൈറ്റിൽ പോയി നമ്മുടെ അവർ ഹാൻഡിൽ റെഡിയാണ്. മിനിറ്റ് ഹാൻഡിൽ സെലക്ട് ചെയ്യാം. മിനിറ്റ് ഹാൻഡിൽ സെലക്ട് ചെയ്താൽ അതിന് സൈസ് 60 എന്ന് നൽകാം. അഗെയിൻ കോസ്റ്റ്യൂംസിൽ പോയി അതിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ യെല്ലോ ഡോട്ട് സെൻറ്റർ ഓഫ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ക്രമീകരിക്കാം. ഓക്കെ, അതേ രൂപത്തിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡിലും ഇതേ രൂപത്തിൽ നമുക്ക് നൽകാം. സൈസ് 60 എന്ന് നൽകാം. റെക്ടാങ്കുലർ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് അതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ സെൻറ്റർ ഓഫ് പോയിന്റിൽ ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ പൊസിഷൻ നമുക്ക് ക്രമീകരിക്കാം. ഡയറക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ക്ലോക്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോക്കിനെ നമ്മൾ ഇങ്ങനെ പൊസിഷനൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പൊസിഷൻ മാറ്റുന്ന സമയത്ത് നമ്മുടെ ഹാൻഡിൽസ് ഒക്കെ താഴെ പോയി കിടക്കുന്നത് കാണാം. അതിനു വേണ്ടി ക്ലോക്ക് എന്ന സ്പ്രൈറ്റിൽ നമുക്ക് ഒരു കോഡ് നൽകേണ്ടതുണ്ട്. ക്ലോക്ക് എന്ന സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു. ബ്ലോക്സിൽ ക്ലിക്ക് ചെയ്ത് ഈവൻസിൽ
when flag clicked എന്ന് കൊടുത്ത ശേഷം move to go to back layer എന്ന ഒരു കോഡ് കാണാം. go to layer എന്നുള്ള ഒരു കോഡ് നമുക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് go to layer. ഈ go to front layer എന്നതിൽ ക്ലിക്ക് ചെയ്ത് back layer എന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഹാൻഡിൽസ് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോവേണ്ടതുണ്ട്. ഇതാണ് ഇന്റർഫേസ് എന്ന ഭാഗം. നമ്മൾ ഇന്റർഫേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഓരോ ഹാൻഡിലിനും നമുക്ക് എന്ത് വേണം? കോഡ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ,